പ്രവേശനോത്സവ ഗാനത്തിന് നൃത്താവിഷ്കാരം ഒരുക്കി കൊട്ടാരക്കരയിലെ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഗാനം എഴുതിയ ഭദ്രാഹരി കുട്ടികളുടെ ഫൈനൽ റിഹേഴ്സൽ കാണാനും എത്തിയിരുന്നു. സർക്കാർ വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് നൃത്താവിഷ്കാരം ഒരുക്കിയത്. എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ എന്ന മനോഹര ഗാനത്തിനാണ് ഇവർ ചുവടുവെക്കുന്നത്. പാട്ടും നൃത്തവുമൊക്കെയായി വർണ്ണാഭമാക്കിയിരിക്കുകയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം. നമ്മളുള്ളത് കൊട്ടാരക്കര പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്രഥമ അധ്യാപിക നമ്മളോടൊപ്പം ചേരുകയാണ്. ചോദിച്ചറിയാം, ഞങ്ങളുടെ ഇത് ആദ്യത്തെ പ്രവേശനോത്സവ നൃത്ത പരിപാടിയല്ല. മുൻ വർഷങ്ങളിലും ഇതുപോലെ തന്നെയാണ്. പ്രവേശനോത്സവ ഗാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ കുട്ടികളെ തയ്യാറാക്കി ഞങ്ങൾ പ്രവേശനോത്സവ നൃത്താവിഷ്കാരമാണ് ഇവിടെ നടത്താറുള്ളത്. ഈ വർഷവും അതുപോലെ തന്നെ കെങ്കേമമായി തന്നെ ഞങ്ങൾക്ക് നൃത്തം അവതരിപ്പിക്കാൻ സാധിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളും പൊതുയോഗവും ഒക്കെ ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളുടെയും ക്ലാസ്സിലെ അറ്റൻഡൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർക്ക് പായസ വിതരണത്തിന് ശേഷം ഉച്ചയ്ക്ക് കുട്ടികളെ രക്ഷിതാക്കളോടൊപ്പം വിടുന്നതായി. ഇവരെ നല്ല രീതിയിൽ ഡാൻസ് പഠിപ്പിച്ച ടീച്ചേഴ്സാണ്. നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിച്ചെടുത്തത്? നമ്മൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ്, പുതിയ ഗാനത്തിനാണ് നമ്മൾ ഈ 5-6 കൊല്ലമായിട്ടും ഡാൻസ് പഠിപ്പിക്കുന്നത്. പഴയ സോങ്ങുകളൊന്നും എടുത്തിട്ട് കളിപ്പിച്ചിട്ടില്ല. അതാത് വർഷം ഇറങ്ങുന്ന, സർക്കാർ ഇറക്കുന്ന ആ സോങ്ങിനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാം, സ്കൂൾ തുറക്കുന്നതിന് ഒരു 2 ദിവസമോ 3 ദിവസമോ ആണ് മാക്സിമം ആ സോങ് ഇറക്കുന്നത്. ആ ഒരു കാലയളവിൽ കൊണ്ടാണ്, ദിവസം കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഡാൻസ് പഠിച്ചവരുണ്ട്, ഡാൻസ് പഠിക്കാത്തവരുണ്ട്. എന്നാലും അവരവരുടേതായിട്ടുള്ള എഫേർട്ട് ഇട്ട് 2 ദിവസം കൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഇന്ന് കളിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ. ഞങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ കണ്ടിട്ടില്ല ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത 2 സാറന്മാർ, അർച്ചന ടീച്ചർ, പ്രദീപ് സാറ്, കണക്കൻ HM, അങ്ങനെ ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. മറ്റൊരു സ്കൂളിൽ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഈ പാട്ട് എഴുതിയ ഭദ്രാഹരി എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ കുട്ടികളോടൊപ്പം ആ ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമാണ്. ഭദ്രാഹരിയോടൊപ്പം ഡാൻസ് ചെയ്യാൻ സാധിച്ചതിലുള്ള വളരെ സന്തോഷമാണ് ഇവർ പങ്കുവെക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.